ചീഫ് സെക്രട്ടറിയും സീനിയർ സെക്രട്ടറിമാരെ എടാന്ന് വിളിക്കുന്ന ഒരു വേറെ സി എമ്മിനെ ഞാൻ കണ്ടിട്ടില്ല. ഹീ ക്യാൻ ഗോ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് സീ കുറച്ച് നേരം കഴിയുമ്പോൾ എവരിബഡി ടുക്ക് ഇറ്റ് സ്പോർട്ടിംഗ്ലി. ഹി വാസ് ലൈക്ക് ഗ്രാൻഡ് ഫാദർ ഇൻ ദ സിസ്റ്റം. പുള്ളി രാമേന്ദ്രനോട് പറയാം കുറേ ഒബ്ജക്ഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി രാമേന്ദ്രൻ എന്നുള്ള പേര് പറയുന്നുള്ളൂ, നോട്ട് ചക്കൂത്ത്. എടാ രാമേന്ദ്ര, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇതുപോലെ എന്നോട് ചേരെ പറയുന്നങ്ങ് ചെയ്താൽ പോരെ, നീ എന്തിനാ എല്ലാത്തിനും ഇങ്ങനെ തർക്കിക്കുന്നു? ഈ ലെവലിൽ പോയാൽ നോബഡി മൈൻഡ്. ഐ വുഡ് സേ ദാറ്റ് പിണറായി സാറിന് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ട്. ഹി ഈസ് വെരി ഗുഡ് വിത്ത് ബിഗ് പ്രോജക്ട്സ്. ഹി വാണ്ട് ടു ഡു എ വെരി ബിഗ് തിങ്, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എ ബി സി ഡീസ്. ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് അല്ലേ നാഷണൽ ഹൈവേയിൽ ചെയ്തിരിക്കുന്നത്. ഹീസ് സ്പെക്ടാക്കുലർ വർക്ക് വിത്ത് ബിഗ് പ്രോജക്ട്സ്. എനിക്ക് ഏറ്റവും അടുത്ത എക്സ്പീരിയൻസ് വന്ന് പവറിലെ ഈ കുടാംകുളം പവർ ഹൈവേ, വിച്ച് ഇസ് സംതിങ് വിച്ച് ഉമ്മൻചാണ്ടി കനോട്ട് ഡു. അത് ഓരോരുത്തർ ചെന്ന് പറയുന്ന അനുസരിച്ചിട്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ മനസ്തവിച്ചു പോകും. പക്ഷേ വിത്ത് എ പേഴ്സൺ ലൈക്ക് മിസ്റ്റർ പിണറായി വിജയൻ, കേരള ഗോട്ട് ദാറ്റ് പ്രോജക്റ്റ്. അത് അല്ല, അതിൽ ഒരുപാട് ഡിസൈസീവ് ടേൺസിൽ ഹി ഹാസ് ബീൻ വെരി ഗുഡ് ടു ദ സ്റ്റേറ്റ്. അതെ, സ്പെഷ്യാലിറ്റി എന്താണ്? ലൈക്ക് റൈറ്റ് ഫ്രം ഇ കെ നായനാർ ടു പിണറായി വിജയൻ. അതെ, ഓൾ ആർ സ്പെഷ്യൽ ആൻഡ് ഗിഫ്റ്റഡ് പീപ്പിൾ, അതിനൊരു സംശയമില്ല. ദേ ഓൾ കം ത്രൂ ദ ഹാർഡ് വേ. അവരുടെ വഴി അവർ കണ്ടുപിടിച്ച് വന്നേക്കുന്ന ആൾക്കാരാണ്. ആൻഡ് അവരുടെ പിന്നെ ഒരു ഇൻ്റലക്ച്വൽ ലെവലിനൊന്നും ഒരു വീക്ക്നെസ് ആരിലും ഉണ്ടെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. നയനാർ സാറിനെ എന്ന് പറഞ്ഞാൽ നയനാർ സാറിൻ്റെ ഒരു വലിയ പ്രത്യേകത, എനിക്ക് വളരെ അന്ന് നമ്മൾ വളരെ ജൂനിയർ ആണല്ലോ, അപ്പം വല്ല 6 മാസത്തെ ഒരിക്കലെങ്ങാനും കാണൽ മാത്രമേ ഉള്ളൂ, അല്ലാതൊന്നുമില്ല. ആൻഡ് ദർ ഇസ് നത്തിങ് ടു ബ്രീഫ് ഹിം ഇൻ ദാറ്റ് സെൻസ്. അപ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അന്നത്തെ അദ്ദേഹത്തിൻ്റെ രീതി വെച്ചാൽ ഹൈലി ഇൻഫോർമൽ ആൻഡ് സർക്കാസ്റ്റിക് ആൻഡ് നൈസാണ്. അപ്പം ചക്കൂത്ത് രാമേന്ദ്രൻ സാർ അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്. ഹി യൂസ് ടു ബി ദ പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ചീഫ് മിനിസ്റ്റർ. ചക്കൂത്ത് സാർ അവിടെ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഞങ്ങളെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ സി എസിനെ കണ്ടത് അതേ ആഴ്ചയിൽ സി എമ്മിനെ കാണാനായിട്ട് വിളിച്ചു. അപ്പോൾ അതേ ഹീ ഈസ് നോട്ട് ഇൻ ഹിസ് ബെസ്റ്റ് ഓഫ് മൂഡ്. ഒരു അതല്ലേ എന്തോ ഗതികേടിന് എല്ലാവരെയും ദുർഭം കണ്ടിട്ടാണ് സർവീസ് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളതിനകത്ത് കയറ്റി ഞാനും ബാച്ച്മേറ്റും അടുത്ത് നിന്ന്. അപ്പോൾ ചക്കൂത്ത് ആരോ പറഞ്ഞ് പുതുതായിട്ട് വന്ന അസിസ്റ്റന്റ് കളക്ടറും പറഞ്ഞു, ഓ സബ് കളക്ടറോ? ഇതാണ് ആ ചോദ്യം. ഇയാൾ എന്താ തുക്കടി സാഹിബാണോ എന്നെ കാണാൻ? ബട്ട് വി റിയലി എൻജോയ്ഡ്. ഹി വാസ് ഗുഡ് ടു. പിന്നെ മീറ്റിങ്സിലെല്ലാം തന്നെ വെരി അരിശം വന്നാൽ പോലും അതിനൊരു ഹി വാസ് വെരി ഒരു ഈസി ടു ഗോ ആൻഡ് വർക്ക് വിത്ത് ഇൻ ദാറ്റ് സെൻസ്. എല്ലാവരോടും ചീഫ് സെക്രട്ടറിയും സീനിയർ സെക്രട്ടറിമാരെ എടാന്ന് വിളിക്കുന്ന ഒരു വേറെ സി എമ്മിനെ ഞാൻ കണ്ടിട്ടില്ല. ഹീ ക്യാൻ ഗോ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് സീ കുറച്ച് നേരം കഴിയുമ്പോൾ എവരിബഡി ടുക്ക് ഇറ്റ് സ്പോർട്ടിംഗ്ലി. ഹി വാസ് ലൈക്ക് ഗ്രാൻഡ് ഫാദർ ഇൻ ദ സിസ്റ്റം. പുള്ളി രാമേന്ദ്രനോട് പറയാം കുറേ ഒബ്ജക്ഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി രാമേന്ദ്രൻ എന്നുള്ള പേര് പറയുന്നുള്ളൂ, നോട്ട് ചക്കൂത്ത്. എടാ രാമേന്ദ്ര, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇതുപോലെ എന്നോട് ചേരെ പറയുന്നങ്ങ് ചെയ്താൽ പോരെ, നീ എന്തിനാ എല്ലാത്തിനും ഇങ്ങനെ തർക്കിക്കുന്നു? ഈ ലെവലിൽ പോയാൽ നോബഡി മൈൻഡഡ്. ദെൻ കെയിം ആൻ്റണി, ഐ ബിലീവ്. ആൻ്റണി സാർ വെച്ചാൽ ഭയങ്കര സോബർ ആൻഡ് സൂപ്പർ സോബറാണ്. സോ യു ക്യാനോട്ട് ഹാവ് എ ഫ്ലിപ്പ് ആൻഡ് മൊമെൻറ്റ്. ചിരിച്ചു കിട്ടിയാൽ വലുതെന്നുള്ളേ ഉള്ളൂ. ഇൻവേരിയബ്ലി ഹി ഗേവ് ഓൾ ഓഫ് എസ് എ കപ്പ് ഓഫ് ബ്ലാക്ക് ടീ. ബട്ട് കൂടുതലായിട്ടൊന്നും എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് ആൻ്റണി സാർ വന്നപ്പോൾ വലിയ സമരം നടന്നൊരു 55 ഡേ സ്ട്രൈക്ക് ആൻഡ് ഓൾ ദോസ് തിങ്സ്. അന്നേരം ഞാൻ കൊല്ലത്ത് സ്റ്റക്കായിപ്പോയി സബ് കളക്ടറായിട്ട്. അപ്പോൾ എൻ്റെ പ്രൊമോഷൻ ആ ജനുവരി 1 നടന്നില്ല. അങ്ങനെ കഴിഞ്ഞ് ഞാൻ സമരക്കാരോട് ഫൈറ്റ് ചെയ്യുവാണ്, ബഹളമൊക്കെ ഉണ്ടാക്കി ഫൈറ്റ് ചെയ്ത് വെച്ച് ട്രിവാൻഡ്രത്ത് വന്നു. ഞാനിവിടെ ജലനിധി പി ഡി ആയിരിക്കുമ്പോൾ പ്രൊമോഷൻ നടത്തിയത് എനിക്ക് 4 മാസം കണ്ട് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പുള്ളി പ്രൊസ്പെക്റ്റീവ് ഡേറ്റിൽ നിന്നേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു ഞാൻ ചെന്ന് പറഞ്ഞ് എനിക്ക് ജനുവരി 1 കിട്ടേണ്ടതാണ്. ഞാൻ ഇതെല്ലാം ഞാൻ പറയുമ്പോഴെല്ലാം കേൾക്കും 1-ാം തീയതി തരേണ്ടതായിരുന്നു. ഇതുപോലെ സർക്കാരിൻ്റെ പൈസ ഇല്ല. ഞാൻ പറഞ്ഞു ഇത് പറയാൻ ഒക്കത്തില്ല, എനിക്ക് എൻ്റെ ബാച്ച്മേറ്റ് എല്ലാം 1-ാം തീയതി പ്രൊമോഷൻ വാങ്ങിച്ചു, അത് തരികയില്ല. 4 വട്ടം കണ്ടപ്പോഴും എനിക്ക് 4 കട്ടൻ ചായ കിട്ടി. ഇല്ല. ബട്ട് ഓഫ് കോഴ്സ് പിന്നെ ഉമ്മൻചാണ്ടി സാറ് വന്നു, പിന്നെ പിണറായി സാറ്. വി എസിനെ ഞാൻ മിസ് ചെയ്തു. പ്രൊമോഷൻ തന്നു, അത് ആ ഡേറ്റ് മാത്രം. ഈ ഡിഡ് നോട്ട് അഡ്ജസ്റ്റ് ദ ഡേറ്റ്, ഇറ്റ് കുഡ് നോട്ട് ഹാപ്പൻ. ഐ ലോസ്റ്റ് മൈ ഫസ്റ്റ്. ആ ഡ്യൂ ഡേറ്റ് കിട്ടിയില്ല. അതെന്താണെന്ന് വെച്ചാൽ സമരം ആയതുകൊണ്ട് ഇവിടെ ഒന്നും നടന്നില്ലല്ലോ. അതിൻ്റെ പെനാൽറ്റി എന്നെ കൊണ്ട് അടപ്പിച്ചു. ഞാൻ ഇത്രയും കൂടെ പറഞ്ഞു, ഞാൻ ഈ 4 മാസം സാറിന് വേണ്ടിയിട്ട് പിന്നെ സമരക്കാരെ നേരിട്ടും പിന്നെ സ്വന്തം ജീവനക്കാരെ എതിരാക്കി ഈ സമരം കൺട്രോൾ ചെയ്യാൻ നടക്കിയ അതെല്ലാം നല്ല കാര്യമാണ്. പക്ഷേ പ്രൊമോഷൻ ഇല്ല.
അങ്ങനെ പോയി. വി എസിനെ ഞാൻ ലാർജ്ലി വി എസിനെ ഞാൻ മിസ് ചെയ്തു ബിക്കോസ് ഐ വാസ് ഇൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അറ്റ് ദ ടൈം. ബട്ട് വി എസ് അപ്പോയിൻറ്റഡ് മീ ആസ് വൈസ് ചാൻസലർ. വി എസിനെ വൈസ് ചാൻസലറിൻ്റെ ചാർജ് എടുത്തിട്ട് അദ്ദേഹത്തിന് എനിക്ക് നേരിട്ടൊന്നും അറിഞ്ഞുകൂടാ. ഐ ബിലീവ് സി ദിവാകരൻ ഹാഡ് എ റോൾ ദെയർ ആൻഡ് ഹി വാസ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ മേക്കിംഗ് ദ ചോയ്സ്. ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് ചെന്നു. ഐ തോട്ട് ഐ വിൽ ഹാവ് എ ലോങ് ഡിസ്കഷൻ, ബട്ട് ഹി വാസ് ഇൻ സം സോർട്ട് ഓഫ് അസംബ്ലിയിൽ വെച്ചാണ് കണ്ടത്. But I thought I'll discuss the progress of the university with him, what he wants. I wanted to ask him what, now that you have formed the university. അപ്പോൾ അടുത്തു നിന്ന് ആൾക്കാർ എന്നെ പരിചയപ്പെടുത്തി, എന്നതാണ് ഇതാണെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഡൽഹി പോകാനുള്ള തിരക്കിലാണ്, നമുക്ക് പിന്നെ കാണാം. എന്നിട്ട് ഇങ്ങനെ തൊഴുത് ആ മീറ്റിംഗ് അങ്ങനെ അങ്ങ് തീർന്നു. അപ്പോൾ പിന്നീട് അത് നടന്നുമില്ല. ലോങ് മീറ്റിംഗ് വിത്ത് ഹിം ജസ്റ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ. പിന്നെ ഉമ്മൻചാണ്ടി സാറും പിണറായി വന്നു. വെരി സ്പെഷ്യൽ പീപ്പിൾ, വെരി 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 ഫാസ്റ്റ് പീപ്പിൾ. ബട്ട് ഐ വുഡ് തിങ്ക് ദാറ്റ് ഉമ്മൻചാണ്ടി സാർ ഒരു ഫാസ്റ്റ് എക്സിക്യൂട്ടർ ആൻഡ് സോർട്ട് ഓഫ് യു ക്യാൻ ഹാവ് അൺഹിഞ്ച്ഡ് ആക്സസ്. പിണറായി സാർ കുറേ കൂടെ റെഗുലേറ്റഡ് സ്ട്രക്ചേർഡ് മാൻ ഹു വുഡ് പ്രിഫർ ഓർഡർ. ഇപ്പോൾ ഇവരുടെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഹി വുഡ് കെയർ ഫോർ ദി ഓർഡർ ഓഫ് സ്പീച്ച്. With the other man you could interject and മാത്രമല്ല, പക്ഷേ എനിക്കറിയില്ല, ബിക്കോസ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ സ്റ്റൈൽ അറിയാലോ. ബട്ട് വൺ ഓഫ് ദി തിങ്സ് ഇസ് എ ഗ്രേറ്റ് പീപ്പിൾസ് മാൻ. അപ്പം നിങ്ങളീ പറഞ്ഞ മോദി ആർട്ടിക്കിളും ഒക്കെ എഴുതി ഞാൻ അലമ്പുണ്ടാക്കി നിൽക്കുന്ന സമയത്ത് ഞാൻ വയനാട് നിന്ന് വന്നിട്ട് പുള്ളിയുടെ മുറിയിൽ സംസാരിക്കാനായിട്ട് കയറും. അപ്പം ഹിസ് പാർലർ ടോട്ടൽ ഡിസോർഡർ ആൻഡ് ഹീ ഈസ് റൈറ്റിംഗ് സംതിങ് ഓൺ ദ ബോർഡ്. എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ എഴുതി അതൊക്കെ ഇട്ടിട്ട് ഇച്ചിരി കടന്നുപോയി കേട്ടോ, ഇച്ചിരി കടന്നു. ബട്ട് ദിസ് വാസ് ദ ബിഗ്ഗസ്റ്റ് ക്രിറ്റിസിസം ഹി വുഡ് ലെവൽ. വേറൊരാളാണെങ്കിൽ പറയും ശരിപ്പെടുത്താൻ പോകണമെന്ന് പറയും. ആ സാധനം ചെയ്തിട്ട് നിൽക്കുമ്പം കുറച്ച് കടന്നുപോയി കേട്ടോ, കുറച്ച് കടന്നുപോയി എന്ന് പറയും. അപ്പോൾ വിച്ച് വാസ് ദ ബിഗ്ഗസ്റ്റ് തിങ് ഹി വുഡ് ഓഫർ എന്ന് വെച്ച് കേൾക്കണം. അതാണ് ആ മനുഷ്യൻ്റെ ഒരു നൈസിറ്റി. നോട്ട് ദാറ്റ് ഐ എം എ ഫാൻ ഓഫ് ഹിസ്. ഹി ഹാസ് ഹിസ് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് പുള്ളിക്ക് മനസ്താപം വരും. എന്നിട്ട് അടുത്ത വട്ടം നമ്മൾ മനോരമയിൽ ഒരു ചെറിയൊരു പീസ് എന്തെങ്കിലും എഴുതിയെന്ന് വെച്ചോ, 7:30 മണിക്ക് എന്നെ വീട്ടിൽ വിളിക്കും. ഇന്ന് എഴുതിയതുണ്ടല്ലോ, നന്നായിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. ക്യാൻ യു എക്സ്പെക്ട് ദാറ്റ് കേർട്സി? അത് വല്ലാത്തൊരു കേർട്സിയാണ്. നമ്മളെ അങ്ങ് എന്താ പറയുക, അങ്ങ് കൊന്നു കളയും, അതിനെ അങ്ങ് നശിപ്പിച്ച് കളയും. അതാണ് അത് ഈസി ആയിട്ടിരിക്കുമ്പം എന്നെ വിളിക്കും, ഫോണിൽ വിളിക്കും, ഓരോ സ്മോൾ കോസസ് അത് ഇതൊക്കെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ കേൾക്കേണ്ടതില്ലെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഇത് കഴിയുമ്പോൾ നമ്മളെ കമ്മിറ്റഡ് ആയി പോകും. നമ്മൾ പറയും സാറ് കാര്യം പറയാം, അല്ല നിങ്ങൾ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം, എന്നാലും എൻ്റെ മുമ്പിൽ ഒരാൾ നിപ്പുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ എന്താണ്, നോർമലി വി വുഡ് ഫീൽ ദാറ്റ് വി ഷുഡ് ട്രൈ ആൻഡ് ഗെറ്റ് ഇറ്റ് ഫോർ ഹിം. അപ്പോൾ അങ്ങനെ ഒരു മാനേജറാണ് പുള്ളി. ഐ വുഡ് സേ ദാറ്റ് പിണറായി സാറിന് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ട്. ഹി ഈസ് വെരി ഗുഡ് വിത്ത് ബിഗ് പ്രോജക്ട്സ്. So you want to do a very big thing, notwithstanding A, B, C, D's. ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് അല്ലേ നാഷണൽ ഹൈവേയിൽ ചെയ്തിരിക്കുന്നത്. ഹീസ് സ്പെക്ടാക്കുലർ വർക്ക് വിത്ത് ബിഗ് പ്രോജക്ട്സ്. ഫോളോ അപ്പ് ടു കൊച്ചി മെട്രോ, ഫോളോ അപ്പ് ടു യുവർ കണ്ണൂർ എയർപോർട്ട്. കമേഴ്ഷ്യൽ സക്സസ് അല്ല, മനസ്സിലായി. ബട്ട് ഹി ഹാസ് റൺ ഇൻ ടു സം ഹെഡ്വിൻസ് ഓൾസോ. ബട്ട് അദാനി പോർട്ട്, he is very good crisis manager, very good executor. എനിക്ക് ഏറ്റവും അടുത്ത എക്സ്പീരിയൻസ് വന്ന് പവറിലെ ഈ കുടാംകുളം പവർ ഹൈവേ, വിച്ച് ഇസ് സംതിങ് വിച്ച് ഉമ്മൻചാണ്ടി കനോട്ട് ഡു. അത് ഓരോരുത്തർ ചെന്ന് പറയുന്ന അനുസരിച്ചിട്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ മനസ്തവിച്ചു പോകും. പക്ഷേ വിത്ത് എ പേഴ്സൺ ലൈക്ക് മിസ്റ്റർ പിണറായി വിജയൻ, കേരള ഗോട്ട് ദാറ്റ് പ്രോജക്റ്റ്. അത് അല്ല, അതിൽ ഒരുപാട് ഡിസൈസീവ് ടേൺസിൽ ഹി ഹാസ് ബീൻ വെരി ഗുഡ് ടു ദ സ്റ്റേറ്റ്. അപ്പോൾ എന്താ പറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ പവർ ഹൈവേ നമ്മൾ കുടാംകുളത്ത് നിന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് കൊച്ചി സിറ്റിയുടെ ഔട്ട്സ്കേർട്സിൽ ചെന്നപ്പോൾ ഒരു 4 ഏക്കർ പ്ലോട്ട് എതിരെ വന്നു. അയാൾ ഹൈക്കോടതിയിൽ പോയി KCB പവർ ഗ്രിഡ് നല്ലതുപോലെ ഫൈറ്റ് ചെയ്തെങ്കിലും ദി ഹൈക്കോർട്ട് സ്റ്റുഡ് വിത്ത് ദ മാൻ, വിച്ച് മെന്റ് ദാറ്റ് ആൻ അലൈൻമെൻറ്റ് ഓഫ് about 12 kilometers had to be taken around his plot. ഇതൊരു ഭയങ്കര കീറാമുട്ടിയായി. അങ്ങനെ പവർ ഗ്രിഡ് പല റൗണ്ട് മീറ്റിംഗ്സ് നടത്തി. ആൻഡ് ഈസ് വെരി വെൽ ടു ഡു ആൻഡ് ഈസ് എ ജ്വല്ലർ ഓർ സംതിങ് ഇൻ ദുബൈ.
അപ്പോൾ അയാൾക്ക് പൈസയൊന്നും പ്രശ്നമില്ല. അയാൾ പറയുന്നത് എനിക്കൊന്നും ചെയ്യണ്ട, ഇയാൾ പവർ എടുക്കണ്ട, എൻ്റെ പ്രോപ്പർട്ടി കൂടെ പോകണ്ട, അങ്ങനെ ഫൈറ്റ് ആയിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വി ഗോട്ട് സം പീപ്പിൾ ടു ടോക്ക് ടു ഹിം ആൻഡ് ഐ സെഡ് യു പ്ലീസ് കം. അപ്പോൾ അയാൾ എന്നെ കാണാൻ വരില്ലല്ലോ, ഇറ്റ്സ് എ മൾട്ടി മില്യണയർ. അപ്പോൾ അയാൾ പറഞ്ഞു വി വിൽ മേക്ക് യു മീറ്റ് വിത്ത് ദ ചീഫ് മിനിസ്റ്റർ. സോ ഇറ്റ് വാസ് ഇനഫ് ഇൻഡ്യൂസ്മെൻറ്റ്, അയാൾ വലിയ ആളായല്ലോ. സോ അപ്പോൾ ഞാൻ പിണറായി സാറിനെ ചെന്ന് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, സാറിനെ ഒന്ന് കാണാൻ സമ്മതിക്കുമെങ്കിൽ എനിക്ക് ഈ പ്രോജക്റ്റ് എനിക്ക് തീർക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഇങ്ങനെ 10-40 കോടി നമുക്ക് നഷ്ടം വരും, ഇതെല്ലാം വന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു അതിനെന്താ കാണാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മീറ്റിങ്ങിന് പ്രൈം ചെയ്ത് പാർട്ടി അവിടെ വന്നിരുന്നു. അപ്പോൾ ഞാൻ എന്നോട് ചോദിക്കുകയും ചെയ്തു എന്താണ് ഞാൻ പറയേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും മാത്രം പറഞ്ഞാൽ നിങ്ങളൊന്ന് സഹകരിക്കണം, അതാണ് നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും നല്ലത്, നമുക്ക് ഒരു വാക്കേ വേണ്ടൂ എന്ന് പറഞ്ഞു. He obliged and I know the strength of that word. അപ്പോൾ ഇയാൾ വന്നപ്പോൾ ഈ കോമ്പൻസേഷൻ മണിയെപ്പറ്റി വലിയ തർക്കമുണ്ടായി ആൻഡ് he started pitching it very high. അപ്പോൾ ഞാൻ പവർ ഗ്രിഡുമായിട്ടൊരു 25 lakhs വരെ എക്സസ് പേ ചെയ്യാനുള്ള ക്ലിയറൻസ് എടുത്തായിരുന്നു. ഈ വാണ്ടഡ് സംതിങ് ലൈക്ക് 50, 40, 30. ഒരു ദിവസം മുഴുവൻ എൻ്റെ ഓഫീസിൽ ഇരുന്നൊക്കെ സംസാരിച്ചു. അപ്പോൾ കുറേ മുമ്പോട്ട് പോയപ്പോൾ ഞാനും പറഞ്ഞു നിങ്ങൾ ഈ 4 ഏക്കർ പ്ലോട്ട് കാലിട്ടേക്കാനാണോ പോകുന്നത്, അതെന്താ പരിപാടി അപ്പോൾ അവിടെ? അപ്പോൾ ഹി വാണ്ട്സ് ഈ ആസ് എ പ്രോജക്റ്റ് ഓഫ് ഹിസ് ഓൺ. ഞാനും ഇങ്ങനെ പറഞ്ഞു ഇതിപ്പോൾ ഞങ്ങൾ പവർ ലൈൻ അങ്ങോട്ട് മാറ്റിയതുകൊണ്ട് കാര്യമില്ലല്ലോ, ഇതിന് പെർമിറ്റ് കിട്ടണ്ടേ, ഇവിടെ ചെറിയ സാമന്താനം ഇതുണ്ടൊക്കെ. ഞാൻ പറഞ്ഞു CM പറയുന്ന ഒരു ചെറിയൊരു ബ്ലോക്ക് അതിനകത്തോട്ട് വെച്ചേച്ച് ഈ ലൈൻ മേളിൽ കൂടെ അങ്ങ് പോകുന്നു, ഇതിൻ്റെ പെർമിഷനും കാര്യമൊക്കെ ഇല്ലെങ്കിൽ എത്ര വല്ലോ പിടിക്കാൻ പോകുന്നത് അതെന്ന് പറഞ്ഞാൽ യു ആർ പിച്ചിങ് ഹു ആർ യു മീറ്റിംഗ് അറ്റ് 3 PM എന്ന് പറഞ്ഞു. അത് ആസ് എ ബിസിനസ് മാൻ ഹി അണ്ടർസ്റ്റുഡ് ദ ഹിൻറ്റ്. അവിടെ ചെന്നു പിണറായി സാറ് അവിടെ ചെന്ന് അപ്പോൾ എല്ലാം സംസാരിച്ചില്ലേന്ന് ചോദിച്ചു. സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പിണറായി സാർ പറഞ്ഞു അപ്പോൾ ഇനി അടുത്തുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു എന്തെന്നറിയോ, എനിക്ക് മോന് സാറിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം പറ്റുമെന്ന്. ഫോട്ടോ എടുത്തു. 25 എന്നുള്ള 30 തോന്നുന്നു. അന്ന് വൈകുന്നേരം തീരുമാനമാക്കി അവർ എഗ്രിമെൻ്റ് ഒപ്പിട്ട്, നെഗോഷിയേറ്റഡ് എഗ്രിമെൻ്റ് ഒപ്പിട്ട് ഒരു 5 കൊല്ലം പുറകോട്ട് കേസ് നടത്താനുണ്ടായിരുന്ന സാധനം അന്ന് തീർത്ത് അയാൾക്ക് മനസ്സിലായി, ക്ലൈമറ്റ് മനസ്സിലായി. വാട്ട് ബെറ്റർ ദാൻ ഗുഡ് വിൽ ഓഫ് ദ CM. അയാൾ അപ്പം തന്നെ അത് ഇടയ്ക്ക് ചെയ്തിട്ട് പോയി. അപ്പോൾ ഇതൊക്കെ ഓൺലി ഹീ ക്യാൻ ഡൂ ദാറ്റ് ആൻഡ് ഹി സെൻസ് ദാറ്റ്. അത് ചിരിക്കൊന്നുമില്ലല്ലോ, അതിൻ്റെ ഒരു ഗുണമുണ്ട്. പീപ്പിൾ വുഡ് ബൈൻഡ് ദെയർ സ്റ്റെപ്പ് വിത്ത് ഹിം. അതൊക്കെ സ്റ്റേറ്റിന് ഗുണം ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ്. സോ മൈ സമ്മറി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. സ്പെഷ്യൽ പീപ്പിൾ, പ്ലസസ് മൈനസസ്, ഇവരെല്ലാം ഫേസസ് ഓഫ് പോപ്പുലാരിറ്റി ആൻഡ് ലോ പോപ്പുലാരിറ്റി, ഇതെല്ലാം ട്രയൽ ട്രിബുലേഷൻസ് ഇതിലൂടെ പോയി. ബട്ട് വെരി ഇൻട്രസ്റ്റിംഗ് പീപ്പിൾ ടു വാച്ച്. കോടിയേരി സാറിനെ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ നോട്ട് 1-to-1. ഐ ഹാവ് നോട്ട് ഹാഡ് ഒക്കേഷൻ. പക്ഷേ VCസിൻ്റെ 6 മാസം കൂടുമ്പോൾ പുള്ളി ഏതെങ്കിലും ഒരു ഒക്കേഷനിൽ പ്രൈം മിനിസ്റ്റർ വിൽ കം, probably you have listened to him at close quarter, asked a question or something. വളരെ when I used to be in that university, he used to personally attend the annual or biannual meetings of the Agriculture University Vice Chancellors. And each of those speeches, one thing you can clearly see is that he prepares it himself. Writers ഉണ്ടാവും, പക്ഷേ അതിൻ്റെ core content, he has a way about it. And all those speeches impressed the people with his insight on what he wanted to say. It had merit, it held attention. 20 മിനിറ്റ് സംസാരിക്കത്തുള്ളെങ്കിലും ആൾക്കാർക്ക് ഒരു പോസിറ്റീവ് ഇംപ്രഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. IAS അസോസിയേഷൻ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്, ഈ ഒഫീഷ്യൽസിന്റെ ഇടയിൽ കുറച്ചുകൂടി ഒരു ഡെക്കോറം ആൻഡ് പ്രൊഫഷണലിസം കൊണ്ടുവരാൻ വേണ്ടി എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? അസോസിയേഷൻ അങ്ങനെ ഡെഫിനറ്റ് പ്ലാൻസ് ഒന്നും ഇല്ല. ഇറ്റ് ഈസ് ത്രൂ കോൺവെർസേഷൻ, ഇറ്റ് ഈസ് ത്രൂ ബട്ട് വി വിൽ സപ്പോർട്ട് ദ ചീഫ് സെക്രട്ടറി ടു ഡു ദാറ്റ്. ഇപ്പോൾ ഈ ഒരു കേസിൽ ഞങ്ങൾ ഒരു ചർച്ചയും ഇതുവരെ നടത്തിയില്ല. വി ഡിഡ് നോട്ട് അഡ്വാൻസ് എനി തിയറീസ് ഓഫ് അവേഴ്സ് ഓർ ഗോ ടു ഹെർ. ഈ മിസ്റ്റർ പ്രശാന്തിൻ്റെ പോസ്റ്റ് കണ്ടപ്പോഴും തന്നെ ദാറ്റ് ഐ സെൻസ്ഡ് ഇമ്മീഡിയറ്റ്ലി ദാറ്റ് ഹി വുഡ് ബി സസ്പെൻഡഡ്. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ദാറ്റ് ഇറ്റ്സ് ഓൺലി എ ക്വസ്റ്റ്യൻ ഓഫ് ടൈമിങ്. ഞാനും വിചാരിച്ചത് ഇന്ന് 2 ദിവസം എടുത്തത് അന്ന് തന്നെ മറ്റേ ന്യൂസ് സൈക്കിൾ തീരുന്നതിന് മുമ്പ് ഓർഡർ വരും, അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പലരും എന്നോട് പറ്റിയത്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് ഗവൺമെൻറ്റിനെ അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. ഇപ്പോൾ എൻ്റെ അനുഭവം എൻ്റെ ഇരിപ്പുണ്ടല്ലോ. അവിടെ ചെറിയൊരു കാര്യക്ഷമത കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ തിങ്കളാഴ്ച തന്നെ ഇൻഡാസ് വീട്ടിൽ കൊണ്ടു തന്നു. രാവിലെ മെസ്സഞ്ചർ വന്നിരിക്കുക വീട്ടിൽ. അപ്പം
ഈ IAS കൺഫേർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെയുള്ള വളരെ ഒരു ഇരട്ട നിലപാടാണ് എടുക്കുന്നത് എന്നാണ് അല്ല, അങ്ങനെ ചിറ്റമ്മ നയമൊന്നുമില്ല. ഈ അസോസിയേഷനിൽ സത്യം പറഞ്ഞാൽ ഭാരവാഹിയാകാനോ പ്രസിഡന്റ് ആകാനോ ആളില്ലാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു പ്രൊമോഷൻ കിട്ടിയ ഓഫീസർ ഇതിൻ്റെ ഭാരവാഹിത്വം ഏറ്റെടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്ത് അന്ന് തന്നെ പിടിച്ചാക്കും. കാരണം ഇപ്പോൾ എല്ലാം വേക്കൻസിയാണ്. രാജമാണിക്യം പോയി, ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു. ഇപ്പോൾ ട്രഷറും 2 എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും പിന്നെ അവരെന്നെ വിളിക്കുന്നതുകൊണ്ട് ഞാനും കൂടെ ചെന്നിരിക്കുന്നേ ഉള്ളൂ. ഞാൻ തമാശയായിട്ട് പറഞ്ഞാൽ ഈ അസോസിയേഷന് വരിസംഖ്യ വിരിക്കാൻ പോലും പാടാണ്. അതുകൊണ്ടാണ് ഇലക്ഷൻ നടത്താത്തത്. സീനിയേഴ്സിന് 7,500, ജൂനിയേഴ്സിന് 5,000 ആയിരുന്നു. ഇപ്പോൾ 10,000 വാർഷിക വരിസംഖ്യ. ഇത് അടയ്ക്കുന്നവർക്കേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആസ് ഓൺ ഡേറ്റ് 44 പേരും കണ്ടേ വരിസംഖ്യ തന്നുള്ളൂ. ബാക്കിയുള്ള ഇത് പിരിക്കാൻ പുറകെ നടക്കണ്ടേ, കൈ കിട്ടണ്ടേ അതിനകത്ത് ആദ്യം. അത്ര താല്പര്യമൊന്നും ആർക്കുമില്ല. അത് അതിൻ്റെ അർത്ഥം എന്തുവാ? മഹാഭൂരിപക്ഷം പേർക്കും ഒരു പ്രശ്നവുമില്ല. അല്ല, എല്ലാ കാലവും ഇങ്ങനെ തന്നെയായിരുന്നു. പൈസ പിണറായി ഗവൺമെന്റ് സെക്കൻഡ് ഇയറിലെന്തോ എല്ലാവരും കൂടെ ചേർന്ന് മൺഡേ കാഷ് ലീവ് എടുക്കാൻ തീരുമാനിക്കുകയും that was January of 2017. പക്ഷെ അത് നടന്നില്ലല്ലോ. നമ്മുടെ വിജിലൻസ് അതിലോട്ട് ഇപ്പോൾ പോകണ്ട. അതൊക്കെ ഒരു ഹിസ്റ്ററിയാണ്. അസോസിയേഷനൊന്നും അല്ല അത് തീരുമാനിച്ചത്. അത് അന്ന് അസോസിയേഷൻ ഇങ്ങനെ രജിസ്റ്റേർഡ് സൊസൈറ്റിയാണ്. പക്ഷേ അന്നത്തെ ടോം ജോസ് പ്രസിഡന്റ് ആയിരിക്കുമ്പം അവിടെ ഏതോ ഒരു മുറിയിൽ ചേർന്നിരുന്ന് അങ്ങനെ ഒരു തീരുമാനം അങ്ങ് എടുത്തു. പക്ഷേ they did not implement it also because when with the news it was not very welcome എന്ന് ഒന്നുമില്ല. എല്ലാവരെയും കൺസൾട്ട് ചെയ്തൊന്നും എടുത്തതല്ല. എനിക്ക് ഓർമ്മയുണ്ട് ആ സംഭവം. അതെനിക്കറിയില്ല. എനിക്കാകെ അറിയാവുന്നത് people were very agitated that because a lot of things were happening. If you remember that first 6 months, May to January, a lot of people were under investigation. Tom Jones had difficulties. Mr. Abraham had difficulties. കുറേ പേർക്ക് കുറേ ഒരു സീക്വൻസ് Paul Anthony was had difficulties. അപ്പോൾ ആ മൂഡ് ഇൻ ദ സീനിയേഴ്സ് റൂം ചേഞ്ച്ഡ് വെരി. And Tom particularly had bad experiences of his accounts being frozen. സത്യത്തിൽ വിജിലൻസിന് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ അധികാരമില്ല. But the then vigilance director was, pushing the pedal. അതുകൊണ്ട് practically, I must tell you, I don't want to name the person, one of the secretaries started crying in the room, saying that my son is studying for engineering here and there. I am unable to send him the 3 lakhs he needs. ഇത്തരം സീനുകളുണ്ടായി. അപ്പോൾ ആ സീനിന് ശേഷമാണ് ഈ പരാതി വന്നത്. But those who went to discuss came back saying that the plan for the agitation is called off. അന്നേരം അവിടെ ഒരു തമാശയുണ്ടായി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. രാജീവ് സദാനന്ദൻ was there. ബാക്കി എല്ലാവരും ഉണ്ട്. I was one of the junior secretaries at the time. അന്ന് എനിക്ക് ഞാൻ എന്തോ ഇതിൻ്റെ എക്സിക്യൂട്ടീവിൽ എന്തോ ഒരു സംഗതിയേ ഉള്ളൂ. അപ്പോൾ ആരിത് പറയും ഇപ്പം? എന്താണ് സമരം ഇല്ലയെന്ന്? സമരം ഇല്ലയെന്ന് ആര് പറയും? അപ്പോൾ അവസാനം രാജീവ് സദാനന്ദൻ പറഞ്ഞു, അശോകെ നീ അറിയാവുന്ന ഒരു പത്രക്കാരനെ വിളിച്ചു പറയാം സമരം ഇല്ല എന്ന് പറഞ്ഞാൽ, സമരം ഇല്ല എന്ന് പറയുമ്പോഴേക്കും നിങ്ങളാണ് സമരത്തിന് വിളിച്ചതെന്നുള്ള മനസ്സിലാവുമല്ലോ. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ ആരെയും വിളിച്ചു പറഞ്ഞു സമരമില്ല. If you ask me, there has to be a cooling off after your formal retirement. അത് സെൻട്രൽ ഗവൺമെൻറ്റിലുണ്ട്. നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതോ കരാറുകൾ വെച്ചതോ ആയിട്ടുള്ള ഏജൻസികളിലേക്ക് 1 കൊല്ലത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ്. 1 year is a reasonable time. After 1 year let him pick up. ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇഫ് യു റിമെമ്പർ, പണ്ട് ആദ്യം ഇങ്ങനെ പോയ ഒരാളെന്ന് പറയുന്നത് മിസ്റ്റർ ഭാസ്കർ ഘോഷ്. ഭാസ്കർ ഘോഷ് വാസ് ഡയറക്ടർ ജനറൽ ഓഫ് DD. He retired or took voluntary, അതെനിക്ക് ഓർമ്മയില്ല. ബട്ട് he retired on a 31st and started as CEO Star on 1st of next working day, which means you have negotiated your contract. അതൊരു നല്ല കാര്യമല്ല. ഞാനത് തന്നെ പറയുന്നത്. യു ഹാവ് ഒബ്വിയസ്ലി നെഗോഷിയേറ്റഡ് യുവർ പോസ്റ്റ് വൈൽ ഹോൾഡിംഗ് ഓൺ ടു യുവർ പൊസിഷൻ ആസ് എ സെക്രട്ടറി ഓർ ചീഫ് സെക്രട്ടറി, വിച്ച് മീൻസ് ദാറ്റ് യു ആർ അമെനബിൾ ടു ഇൻഡ്യൂസ്മെൻറ്റ്. ഞാൻ പറയട്ടെ, ഇപ്പം ഒരു ജഡ്ജ്, ഹൈക്കോടതി ജഡ്ജ് ഈസ് നോട്ട് സപ്പോസ് ടു ഡു സോ. ദേ ടേക്ക് സം കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ആൻഡ് ഓൾ ബൈ ആസ് എ വൺ ഓഫ്.
അത് മനസ്സിലായി. പക്ഷേ ദ ഹോൾ പോയിന്റ് ഈസ് വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഡിസിഷൻസ് ടേക്കൺ ബൈ എ ഹൈക്കോർട്ട് ജഡ്ജ്. സി ലെറ്റ് us പുട്ട് എ വാല്യൂ ഓഫ് ദ സൂട്ട്സ്, ദി മാറ്റേഴ്സ് വിച്ച് ഹി ഡിസൈഡ്സ്. പക്ഷേ ആവറേജ് ജഡ്ജ് ഡിസൈഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലല്ലേ ഒരു സെക്രട്ടറി ടു ഗവൺമെൻറ്റിൽ ഡിസൈഡ് ചെയ്യുന്നത്. ലെറ്റ്സ് എ PWD സെക്രട്ടറി ഹു സെർവ്സ് ഫോർ 3 years, ഹി ഡിസൈഡ്സ് അറ്റ്ലീസ്റ്റ് മാറ്റേഴ്സ് ഓഫ് 10,000 crores. ഈ 10,000 crores ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് when I have the influence over those 10,000 crores where I'll be successful 90% of the time, I am also parallelly negotiating a high paying job in the corporate sector. ഇത് definitely it will be an inducement. അപ്പോൾ അവിടെ കൂളിംഗ് ഓഫ് കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഗവൺമെൻറ്റിലാണേലും ബിക്കോസ് ഒരു കൊല്ലം മുമ്പേ റിട്ടയർ ചെയ്തവർ വന്നാൽ മതി തിരിച്ച്. വാട്ട് ഇസ് ദ നീഡ് ടു അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇൻഡ്യൂസ്മെൻറ്റ് ഓർ പൊട്ടൻഷ്യൽ വിൽ ഡെഫിനറ്റ്ലി സ്പിൽ ഓവർ ഇൻ ടു യുവർ വർക്ക്. അതേ ഉള്ളൂ. അത് സാലറി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് the rule is that if you are a pensioner, you should draw only minus that pension, because the source of the money is the consolidated fund. But not everybody is. But that is a rule to which government can give an exemption. അപ്പോൾ അവർ ചെയ്യുന്ന തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇഫ് യു ആസ്ക് മീ, അതിൽ ചെറിയൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ഇത് ചെയ്യത്തില്ല ഇൻ ജനറൽ, ബിക്കോസ് പെൻഷൻ ബൈ ഡെഫിനിഷൻ ഈസ് വാട്ട് ഇറ്റ് ഈസ് യുവർ സർവൈവൽ ആൻഡ് upkeep pay when you are no longer working. So if you are working, then sensibly you take pay. മാത്രമല്ല അത് നമ്മൾ വൈസ് ചാൻസലേഴ്സിൻ്റെ കാര്യത്തിൽ, PSC ചെയർമാൻ്റെ കാര്യത്തിൽ, ഈവൻ വിത്ത് PSC ചെയർമാൻ വി ഹാവ് എൻഫോഴ്സ് ദാറ്റ് യുവർ പെൻഷൻ ഇസ് ഡിഡക്റ്റഡ് ആൻഡ് പേയിങ്. സോ അപ്പോൾ നമ്മൾ ഒരു ഇൻഡിവിജ്വൽസിന് എക്സംഷൻ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ബട്ട് ദെൻ ദാറ്റ് വിൽ ബിക്കം ദ റൂൾ വെൻ യു ആർ സ്ട്രഗ്ലിംഗ് ടു മേക്ക് ബോത്ത് ends meet. അത് വേണോ, പുതിയൊരു പ്രസിഡന്റ് ഉണ്ടാക്കണോ? ബട്ട് ഇത് ഗവൺമെന്റ് ക്യാൻ ഡിസൈഡ് ടു ഗിവ്. അല്ല, ഞാനത് തർക്കിക്കേണ്ട കാര്യമില്ല. എനിക്ക് വല്ലതും തരികയാണെങ്കിൽ നല്ലതായിരിക്കുമല്ലോ. ഞാൻ എൻ്റെ പോസിബിലിറ്റി